നമസ്കാരം. ചൈനയും അമേരിക്കയുമായി അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട്. രണ്ടുപേരും ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നില്ല എന്നേയുള്ളൂ. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് 10% തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളികളായ ചിലരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും ജനുവരിയിൽ അധികാരമേറ്റ ഉടൻ തന്നെ തീരുവ ഉയർത്തുന്ന ഫയലുകളിൽ ഒപ്പുവെക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയിലേക്കുള്ള ഗാലിയം, ജർമാനിയം, ആന്റിമണി തുടങ്ങി പ്രധാന ഹൈടെക് വസ്തുക്കളുടെ കയറ്റുമതി നിരോധിച്ചിരിക്കുകയാണ് ചൈന. ചൈനീസ് വാണിജ്യ മന്ത്രാലയമാണ് നിരോധന വിവരം പുറത്തുവിട്ടത്. ചൈനീസ് കമ്പനികളുടെ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങൾ, സോഫ്റ്റ്വെയർ, ബാൻഡ് വിത്ത് മെമ്മറി ചിപ്പുകൾ തുടങ്ങിയവയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിയെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചൈനയുടെ പുതിയ ഈ തീരുമാനമെന്നെടുത്തു പറയണം. ഗാലിയം പോലുള്ള തന്ത്രപ്രധാനമായ വസ്തുക്കൾ അമേരിക്കയിലേക്ക് അയക്കുന്നതിന് കയറ്റുമതിക്കാർ ലൈസൻസിന് അപേക്ഷിക്കണമെന്ന് ചൈന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എൻറ്റിറ്റി ലിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന US പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള 140 കമ്പനികളും ഏതാണ്ട് എല്ലാം തന്നെ ചൈനയിൽ നിന്നുള്ളതാണ്. ലിസ്റ്റിലുള്ള മറ്റ് കമ്പനികൾ ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ചൈനയ്ക്ക് ഉടമസ്ഥതയുള്ളതുമാണ്. മുതലാളിത്ത രാജ്യങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങളാൽ ചൈനയുടെ വാണിജ്യ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും നിഷേധിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്ക ചൈനയുടെ ചിപ്പുകൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവന്നത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ ചിപ്പുകളെന്ന് ചോദിച്ചാൽ 21ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ അർദ്ധചാലകങ്ങൾ. വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധചാലകങ്ങൾ. സിലിക്കൺ ഉൾപ്പെടെയുള്ള സെമി കണ്ടക്ടിവിറ്റിയുള്ള അല്ലെങ്കിൽ അർദ്ധചാലക സ്വഭാവമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ചിപ്പുകൾ. സിലിക്കൺ, ജർമാനിയം എന്നിവ അർദ്ധചാലക പദാർത്ഥങ്ങളാണ്. ഇവയാണ് സെമി കണ്ടക്ടറിൻ്റെ നട്ടെൽ എന്ന് പറയാം. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ നട്ടെല്ലാണ് ഈ ചിപ്പുകൾ. കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, അപ്ലയൻസുകൾ, ഗെയിമിംഗ് ഹാർഡ്വെയറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിങ്ങനെ ആധുനിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഏതാണ്ട് എല്ലായിടത്തും ചിപ്പുകളുടെ ഉപയോഗമുണ്ട്. കോവിഡ് കാലത്ത് ചിപ്പ് ഉൽപ്പാദനം കുറഞ്ഞു പോയതോടെ കാറുകളുടെ ഉൽപ്പാദനം മാസങ്ങളോളം നിലച്ചിരുന്നു. അമേരിക്ക ചൈനയുടെ ചിപ്പുകളിൽ നിയന്ത്രണം കൊണ്ടുവന്നതിന് പിറകിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചൈനയുടെ ചാരപ്പണിയെ പേടിച്ചാണ്. സ്വന്തം കാര്യം നേടാൻ എന്ത് ചാരപ്പണിയും ചെയ്യാൻ ചൈന മടി കാണിക്കാറില്ല. ലോകം മുഴുവൻ ചൈനയ്ക്ക് ചാരന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു പ്രധാന കാരണം ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ്. ഏറെക്കാലമായി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്ക ചൈനയുടെ ചിപ്പിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇന്ത്യക്ക് നേട്ടമാകാനാണ് സാധ്യതയുള്ളത്. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ വൻ നിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാൻ, തായ്വാൻ, മറ്റ് തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ എന്നിവയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചിപ്പുകൾക്ക് വേണ്ടി ഇന്ത്യയെ ആശ്രയിക്കും. ഇത് ഇന്ത്യക്ക് വൻ നേട്ടമായിരിക്കും സമ്മാനിക്കുക. കാലാകാലങ്ങളായി ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കുത്തകയാണ് സെമി കണ്ടക്ടർ. ചൈനയും അമേരിക്കയും തമ്മിൽ കൊമ്പു കോർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ചൈനയുടെ സമയം എന്തായാലും മോശമാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.